അച്ഛൻ കഴിച്ചോ? അപ്പച്ചി അപ്പേട്ടനും കഴിച്ചു. അമ്മാവനും കഴിച്ചെന്നാ തോന്നുന്നോ? അദ്ദേഹം കഴിച്ചിട്ടില്ല. അച്ഛാ, അച്ഛൻ ഊണ് കഴിക്കണ്ടേ? ഉറങ്ങിപ്പോയി, ആരും വിളിച്ചില്ല. വന്നേ. അമ്മാവൻ കഴിച്ചില്ലെന്ന് ഞാൻ അറിഞ്ഞില്ല. നീ അന്വേഷിച്ചില്ല. നീ സൊസൈറ്റി കൾച്ചറിലേക്ക് മാറുവാണോ സുധു? എന്തിനാ സ്പെക്സ് മാത്രമായി കളഞ്ഞ മുടിയും ബോബയും ചൂണ്ടി ചായം തേക്ക്? സൊസൈറ്റിക്ക് എന്താ കുഴപ്പം? ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാൻ സമയം കിട്ടാറില്ല, അത് തന്നെയാണ് കുഴപ്പം. ഭർത്താവിന് ആഹാരം വിളമ്പി കൊടുത്തിട്ട് നല്ല തറവാട്ടിലെ സ്ത്രീകൾ ആഹാരം കഴിക്കൂ. എന്റെ അമ്മ ഇപ്പൊ അത് ചെയ്യാറില്ല. നീ എന്നെ പഠിപ്പിക്കണ്ട. ആദ്യ ഭാവങ്ങളമ്മേ. പുന്നാര മോന്റെ MBA ഡിഗ്രിയും അമേരിക്കൻ ചിട്ടയും കണ്ട് അമ്മ മേളിക്കരുത്. മൈൻഡ് ചെയ്തിട്ട് തന്നെ പറയുന്നത്. അച്ഛന്റെ കാര്യങ്ങളുള്ള അവഗണന ഈ വീട്ടിലൊരു പതിവായിട്ടുണ്ട്. അച്ഛനോട് മിണ്ടാട്ടമില്ല. അച്ഛൻ ഈ വീട്ടിലുണ്ടോ ഇല്ലെന്ന് പോലും ആരും ശ്രദ്ധിക്കാറില്ല. ഞാൻ സഹിക്കില്ലത്. ഈ വീട്ടിൽ മുത്തശ്ശി കഴിഞ്ഞാൽ പിന്നെ അച്ഛനാ വലുത്, അമ്മയല്ല. എന്താ ഇവിടെ ഷൗട്ടിങ്? എന്താ ഇവിടെ എന്താ കാര്യം? അച്ഛൻ ഇതുവരെ ഉണ്ടിട്ടില്ല. ആരും അത് തിരക്കിയില്ല. എല്ലാരും ഊണും കഴിഞ്ഞ് കൈയും കഴിയങ്ങ് പോയി. അതിന് ഉരുട്ടി കൊടുക്കേണ്ട പ്രായമല്ലോ അച്ഛന്. അത് തന്റെ MBA സംസ്കാര. That's your standard, idiot. നാശം. ആ ഇടയ്ക്കായിരുന്നു ഞാൻ കിണവർക്ക് തേങ്ങ ഇറക്കും. ഉറങ്ങാൻ നേരത്തെ ഒരു ദുന്തും. ഞാൻ അറിഞ്ഞില്ല അനിച്ചേട്ടാ, പ്ലീസ്. എനിക്കിതൊക്കെ പേടിയാ. ഇനി ഞാൻ എല്ലാം നോക്കി ചെയ്തോളാം. അനിച്ചേട്ടാ, അനിച്ചേട്ടാ. പോ. വാ വരാൻ. അണ്ണ, ഇതാണ് പരീത് സായിപ്പ്. ആരുടെങ്കിലും കൈ വെട്ടണോ 1000 രൂപ ഇങ്ങനെ കൊടുത്താൽ മതി. കാല് വെട്ടണമെങ്കിൽ 2000 രൂപ. എതിർക്കണോന്റെ ഒന്നും തല പോലും മിച്ചം കാണത്തില്ല. വിക്ടർ രാജ്,
ഇയാള് ഇപ്പോഴും അനിയൻ കുഞ്ഞെ ആ ഹാൻഡിലോട്ട് കൈവയ്ക്കേ. കണ്ണൊക്കെ കുത്തി പൊട്ടിക്കാതെ ദേ. ഞാൻ ഇതിലോട്ടൊന്ന് തൂക്കിക്കോട്ടോ. ആ തോളത്തോട്ട് അത് തൂക്കിയിട്ട് ആ ഹാൻഡിലോട്ട് പിടിക്കേ. തോളി തൂക്കിയിട്ട് തിരിഞ്ഞിരുന്നാ മതി. മാരാരുടെ പിറവശാ ഭംഗി. തലതിരിഞ്ഞവന്മാർക്ക് അങ്ങനൊക്കെ തോന്നും. ഞാനിത് ആദ്യമായിട്ടൊന്നും അല്ല കുഞ്ഞെ. അമ്പലപ്പുഴ ഉത്സവത്തിന് വിമാനത്തിന്റെ പുറത്തിരുന്ന് ഒരു പടം എടുത്തിട്ടുള്ളതാ. ആ വിമാനം അങ്ങ് ചതിലെടുത്തു പോയി. ആ സൂക്ഷിക്കണം. ഈ മാരാർ എവിടെ ഇരുന്നാലും തുരുമ്പെടുക്കും. അതാ പ്രമാണം. അനിയൻ ചേട്ടാ, ആ യമഹക്കാർ പുതിയൊരു മോഡൽ ഇറക്കിയിട്ടുണ്ട്. 37,250 രൂപയേ ഉള്ളൂ. എക്സ്ട്രാകളൊന്നും ഇല്ലാതെ. ഞാനൊരെണ്ണം വാങ്ങിക്കോട്ടെ? വേണ്ട. അതെന്താ? എന്റെ അമ്മ ഇവിടുത്തെ അടുക്കളക്കാരി ആയിരുന്നോണ്ടാണോ ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നത്? മോനെ കുഞ്ചു, ഈ ചെറുപ്രായത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് ഒരു ഭാരമില്ലയോ? അനിയൻ ചേട്ടാ, അപ്പേട്ടനോട് ഒന്ന് പറ പ്ലീസ്. ഞാനും അങ്ങേരുമായിട്ടുള്ള ഇരിപ്പുവശം ഇന്നലെ രാത്രി കൃത്യം 10:15 മണിക്ക് തെറ്റി. ഒഴിവാക്കണമെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്കിപ്പൊ ചെയ്യാവുന്ന നീ ബൈക്കിലോട്ട് കയറിയിരിക്കാൻ നല്ലൊരു പടം എടുത്തുതരാം. മാരാരെ അതേ കയറി ഒട്ടിയിരിക്കാ, താഴോട്ടിറങ്ങ്. ഇയാൾ ചത്തോ? ഇപ്പൊ തന്നെ എന്റെ എടുത്തേനെ. ചേക്കുട്ടി, സുദർശന എന്ന് വെച്ചാ എന്താ മീനിങ്? നല്ല കാഴ്ചയുള്ള കുട്ടിന്നാണോ അതോ കാണാൻ കൊള്ളാവുന്ന കുട്ടിന്നാണോ? രണ്ടും ആയിക്കോട്ടെ, അതല്ലേ നല്ലത്. രണ്ടും എനിക്ക് ചേരില്ലല്ലോ എന്ന് ആലോചിക്കായിരുന്നു. ആര് പറഞ്ഞു? എന്റെ കണ്ണടയും കൂടെ വെച്ച് കഴിഞ്ഞപ്പോ സ്മാർട്ട് ലുക്കിംഗ് ഇന്റലിജന്റ് ഗേൾ ആയിരിക്കുന്നു. താങ്ക് യു. ഇനി കല്യാണം കൂടി കഴിക്കേ വേണ്ടു. ജയശ്രീക്ക് ഒരു കല്യാണ ആലോചന നടക്കുന്നില്ലേ? ആലോചന നടക്കുന്നുണ്ട്. വീട്ടിലല്ല, എന്റെയും ഡോക്ടർ മധുവിന്റെയും മനസ്സിൽ. മധുവിനെ താൻ കണ്ടിട്ടുണ്ട്. വിഷമം തോന്നരുത്, അത് നടക്കില്ല. ജയശ്രീക്ക് തീരെ പ്രതീക്ഷിക്കാത്ത വേറൊരു മാരേജാ നടക്കുക. നടക്കുകയാണെങ്കിൽ ഇതേ നടക്കൂ, അല്ലെങ്കിൽ വേറൊന്നും ഉണ്ടാവില്ല. എങ്കിൽ ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചു. ഹാരൻ ഇൻട്യൂഷൻ താനായതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു. എഴുത്തുപുരയിലെ അല്ലേ താൻ? ഇൻട്യൂഷനും ഫാന്റസിയും ഒക്കെ മുത്തശ്ശിയുടെ പാരമ്പര്യ സ്വത്തായിരിക്കും. Is she all right? She is just fine. ഇന്നും പോയിരിക്കുക വേറൊരു സ്വീകരണത്തിന്. അകത്തേക്ക് കയറിയിരിക്കാം. വേണ്ട വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. അത് ഉള്ളില് നല്ല കാറ്റുണ്ടെണ്ണ. ഏത് നല്ല കാറ്റുണ്ട്. ഉള്ളി കാറ്റല്ല, നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പെൺപിള്ളേരുടെ ഇടയിൽ കൂടെ പറന്ന് നടക്കാനുണ്ടാ പൊതുവെ. അയ്യേ, ഞാനാ ടൈപ്പല്ല. പിന്നെ നീ ടൈപ്പാ? ഞാൻ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും എന്നെ തെറ്റിച്ച്. ശരി ശരി, പോട്ടെ 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 പോട്ടെ. നിങ്ങളെല്ലാം എന്റെ പേരക്കിടാങ്ങളാ. പ്രസംഗിക്കാനൊന്നും എനിക്കറിയില്ല, പെറുപെറുക്കാനേ അറിയൂ. അതും എന്നോട് തന്നെ പെറുപെറുക്കാൻ. അത് തന്നെയാ എന്റെ കവിതകളും. ഇപ്പോ ഇവിടെ ഇരുന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഉഷസന്ധ്യയോട് സായം സന്ധ്യ എന്തോ പെറുപെറുക്കയാണെന്നാ. ഇവിടെ ഞാനും നിങ്ങളും കവയത്രിയും ആസ്വാദകരുമല്ല, ഒരു കാവ്യം തന്നെയാ. മുത്തശ്ശി ഒരു കവിത ചൊല്ലണം. ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഓർമ്മക്കുറവുണ്ട്. 4 വരി മതി മുത്തശ്ശി. അനിയൻകുട്ടാ. അണ്ണനെ മൈക്ക് വിളിക്കുന്നു. മൈക്കല്ലടാ, മുത്തശ്ശി. ഞാനും കൂടെ വരട്ടെ? എന്തിന്? പെണ്ണുങ്ങളുടെ കോളല്ലേ അണ്ണ, ഒറ്റയ്ക്ക് പോകുന്നത് റിസ്ക് അല്ലേ? എനിക്ക് യാതൊരു പേടിയില്ല. ഞാനും കൂടെ പറഞ്ഞ വാ. മോനെ, കുട്ടിയോള് കവിത ചൊല്ലണോന്ന് പറയണു. എനിക്കൊന്നും ഓർമ്മയില്ല. ഏതാ ഇപ്പൊ ചൊല്ലുക? ഓർമ്മക്കൂട്ടിലെ ഒറ്റക്കിളി. വരികൾ എങ്ങനെയാ? അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നി സ്ഫുടം ചെയ്തെടുത്ത മനസ്സാം ശംഖുമോദി. എന്നെ കൊണ്ടാവില്ല കുട്ടി, നീ തന്നെ ചൊല്ലുമോ. ഞാനോ? ഇത്രയും പെൺകുട്ടികളുടെ മുമ്പ് വെച്ചോ? ഇവൻ ഭംഗിയായി ചൊല്ലും എന്റെ കവിത. നല്ല മുത്തശ്ശിയാ.